കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു? അതാണ് എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം. നമ്മള് ഡൽഹിയിൽ മാത്രമല്ല വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ബീഹാറിൽ ഇതിനോട് ബന്ധപ്പെട്ട് ബീഹാറിൽ ഇൻസിഡന്റ് നടന്നു. പോലീസുകാരുടെ ബാരിക്കേഡ് വരെയാണ് എടുത്തുകൊണ്ട് പോയത്. ബീഹാറിൽ പിള്ളേർ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ കൈയും കാലും പിടിച്ചൊക്കെയാണ് സാധനം ബാരിക്കേഡ് കിട്ടി. പിന്നെ പ്രൊട്ടസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ജലവീരൊക്കെ യൂസ് ചെയ്തു. അവരോട് DG ആക്കിയത് അത് മൈക്കും സ്പീക്കറെ കൊണ്ടുവന്നിട്ട് റെയിൻഡാൻസ് ആക്കി അവര്. പിന്നെ ടിയർ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും മാനസികമായി തളർത്തുക ഈ കാഴ്ചകളായിരുന്നു. പിന്നെ മണിപ്പൂരിൽ അവിടുത്തെ ലാൻഡ് ഇഷ്യൂസ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലും ഡേറ്റ ഭയങ്കര പ്രതിഷേധം അവിടെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് അടുത്തൊരു ഡൽഹി ജന്തർ മന്ദറിൽ ഒരു വലിയ ഇഷ്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 2004 തൊട്ട് 2014 വരെ ഏകദേശം ഒരു 24 റിപ്പോർട്ട് കേസുകളാണ് ന്യൂസ് പേപ്പർ അല്ല എക്സാം അതുപോലെ തന്നെ എക്സാമിന്റെ പേപ്പർ ലീക്കിംഗ് ഉണ്ടായി. അപ്പോൾ അതിനുശേഷം 2014 തൊട്ട് അതായത് BJPയുടെ കാര്യം വേറെ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് വരെ ഏകദേശം 2014 തൊട്ട് 2026 വരെ 64 മെയിൻ പേപ്പേഴ്സ് ആണ് ലീക്ക് ആയത്. ടോട്ടൽ 150 സംതിങ് പേപ്പർ മൊത്തം ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2004 തൊട്ട് പണ്ട് തൊട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പറയാത്ത കുറെ കേസുകളുണ്ട്. നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി പേര് ഞാൻ പറഞ്ഞു. അതിലിതുപോലെ ഒരു ന്യൂസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അതായത് പ്രിൻസിപ്പല് ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 8 ക്വസ്റ്റ്യൻ തോപ്പം ആ കുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്താലെന്ന് പേടിച്ച് കൂട്ടുകാര് അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന് വൽക്ക സീല് പൊട്ടിച്ച് കോപ്പി എടുത്ത് കൂട്ടുകാരെ കൊടുത്തത്. ഇത് നോക്കി പഠിച്ചു ഈ തോക്കാൻ എനിക്ക് തോന്നുന്നു പഠിച്ചു ജയിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രിൻസിപ്പൽ കൈയോടെ തൂക്കുകയും അങ്ങനെ വന്നു. കാരണം പക്ഷെ അത് പബ്ലിക് ആക്കി. കാരണം പ്രിൻസിപ്പലിന്റെ മോളെയാണ് പിന്നെ പേപ്പർ കിട്ടിയത്. അതുകൊണ്ട് പിന്നെ അത് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ജനറേഷൻ വലിയ സംഭവം വന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും ഭയങ്കരമായിരുന്നു പ്രിൻസിപ്പലിന്റെ മോൾ അങ്ങനെ വലിയ സംഭവമൊക്കെ. അങ്ങനെ ചെയ്ത ആ ചെറുപ്പക്കാരുടെ പേരാണ് പ്രിൻസിപ്പാള്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു ഇതുകൊണ്ടല്ലേ മൂന്നിപ്പോയി. അപ്പൊ നമുക്ക് വന്ന് ആദ്യം വരെ അവര് സോനം വാങ്ങിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് സോനം വാങ്ങിച്ചപ്പോ ഒരു ചൈനീസ് പയ്യാണ്, പാകിസ്ഥാനിലാണ്, ആന്റി നാഷണൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പുള്ളിക്കാരായിരുന്നു ഏറ്റവും ചർച്ച വിഷയം. കാരണം പുള്ളിക്കാരൻ ആന്റി ടെററിസ്റ്റ് ആക്കുകയാണ്. എന്തിനാണ് ഈ സ്റ്റുഡൻസിന് വേണ്ടി സംസാരിച്ചതിന്, ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചത്, കാശ്മീരിന് വേണ്ടി സംസാരിച്ചത്, അതിനെ വേണ്ടി അയാൾ ആന്റി നാഷണാലിറ്റി പ്രഖ്യാപിച്ചു. അപ്പൊ പുള്ളിക്കാരനും ഇതുപോലെ ഹങ്കർ സ്ട്രൈക്ക് വന്നു. അങ്ങനെ അപ്പൊ നമുക്കതിന്റെ ഫുൾ ഇതിലോട്ട് നോക്കാനായിട്ട് തന്നെ ഏകദേശം ഒരു മാർച്ച് അവസാനം മെയ് മാസമായിട്ടൊരു നമ്മുടെ ചീഫ് ജസ്റ്റിസ് വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതിന്റെ ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. ആര് പുള്ളിക്കാരന്റെ ഒറ്റ വാചകത്തിലാണ് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ ആ പുള്ളിക്കാരൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിപ്പോൾ അല്ലേ ഈ പുള്ളിക്കാരൻ ഇപ്പോഴും വന്നായിരുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്തോ നടന്ന കാര്യം പറഞ്ഞത് ഇന്നോലെ എത്തി. റിയൽ ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അത് നോക്കുകയാണെങ്കിൽ തന്നെ അത് ഈ ഇന്ത്യയുടെ യൂത്തിനെ പറ്റി ഒരു ഭയങ്കരമായിട്ട് പറഞ്ഞത്. കാരണം ഇന്ത്യയെ ആൾക്കാരില്ല, ലേസിയാണ്, കോക്രോച്ചസ് ആണ് എൻ്റെ അടുത്ത് കൊണ്ട് ഭയങ്കര ലേസിയാണ്, പണിയെടുക്കുക ചുമ്മാ പണിയെടുത്ത് കൊണ്ടുപോകുന്നു ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പോ അതിനുശേഷം പുള്ളിക്കാരൻ അങ്ങനെ ഉദ്ദേശിച്ചത് കുറച്ച് ആൾക്കാരെ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ മാലപ്പടക്കത്തിൽ കൊടുത്തിട്ട് ഈ പടക്കം മാറിയെന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടാതിരിക്കില്ല, പടക്കം പൊട്ടും. പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് നടന്നിട്ടൊന്നുമില്ല, പൊട്ടിയതായി. അങ്ങനെ മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു അഭിജിത്തിന്റെ ഇന്ത്യ പറഞ്ഞു ഓക്കെ ഇന്ത്യ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂടെ ഇരിക്കാൻ പറഞ്ഞ അതിന് ഫണ്ട് ചെയ്തിട്ട് BJPയുടെ കോർപ്പറേറ്റ് ജനതാ പാർട്ടി
മെയിൻ പേജ് പോലെ തുടങ്ങി. പക്ഷെ എനിക്കൊന്നും അതില് BJP ഒഫൻഡ് ആയിരുന്നു ആ ഒരു പേര്. കാരണം അവര് ഇതിനൊരു ഹിറ്റ് അടിക്കും, ഇപ്പോഴാണ് ഹിറ്റും കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് പാർട്ടിയെ തല്ലിപ്പില്ല അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇതായപ്പോ ഇത് കുറച്ച് സീരിയസ് ആയി. ആദ്യം ട്രോൾ പേജ് ആയിട്ട് തുടങ്ങി. ട്രോൾ പേജ് തുടങ്ങി സീരിയസ് ആക്കി അവരെന്നെ സീരിയസ് ആക്കി. അഭിജിത്ത് അപ്പോഴും പിന്നെയാണ് പുള്ളിക്കാർ അവരുടെ പെറ്റീഷൻ ഇതിലെ മുഖ്യ ആൾക്കാർ ഇതിൽ CJP മുഖ്യ ഫോളോവേഴ്സിൽ പകുതി കൂടുതൽ ആൾക്കാരും ചൈനീസ് അക്കൗണ്ടാണ്. ബാക്കി പകുതി അക്കൗണ്ടാണ്. ധൈര്യം കൊണ്ട് ഹിന്ദി ഒന്ന് പറഞ്ഞ 1% എന്തോ ഇന്ത്യ നമ്മളൊക്കെ ഫേക്കാണെന്ന് വോട്ട് കാണും കുറെ സാധനങ്ങൾ മാക്സിമം രാജ്യദ്രോഹിയാക്കാൻ ശ്രമിച്ചെങ്കിലും ക്ഷത്തില്ല. അപ്പോഴും പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ, ധൈര്യം പുറത്തിറങ്ങാൻ പറഞ്ഞു. ഓക്കെ അപ്പോഴൊരു വേണ്ടിയില്ല. അതിനുശേഷമാണ് നീറ്റ് എക്സാം ഒരു ലീക്കായത്. എക്സാം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. എക്സാം കഴിഞ്ഞ് സോറി എക്സാം കഴിഞ്ഞിട്ട് ന്യൂസ് വന്നാൽ എക്സാം ക്യാൻസൽ ചെയ്തു. എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ ഓക്കെ കാരണം ഭയങ്കരമായിട്ട് കാരണം നീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ എത്രയോ വർഷം പ്രിപ്പറേഷൻസ് ഉറക്കം പോലില്ലാതെ 2-3 മണിക്കൂർ പ്രിപ്പറേഷൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് നീറ്റ് JEE പോലത്തെ എക്സാം ഒക്കെ. അപ്പൊ അങ്ങനത്തെ എക്സാം എഴുതിയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയുന്നത് കുറെ ഒരു മാനസികമായി തളർന്നിട്ടുണ്ട്. അങ്ങനെ 23 അവര് സ്വയം ജീവനൊടുക്കി. അതൊരു വലിയ ഇഷ്യൂ കാരണം കാരണം നഷ്ടപ്പെട്ടു. അവരവരുടെ ഏറ്റവും വലിയ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും എക്സാമിൽ കൊടുത്തിരിക്കാൻ കാരണം അവര് സ്കോർ ചെയ്ത് 610 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 700 മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സ്കോറാണ് അവർക്കതൊന്നും പോയത്. അപ്പം പക്ഷെ എനിക്ക് ഞാൻ അതിനെതിരാണ്. കാരണം ഓക്കെ അതിന് തോറ്റു എന്ന് പറഞ്ഞിട്ട് സമയം ഓക്കെ അവരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടമാണ്. പക്ഷെ അത് നഷ്ടമല്ലേ ജീവന്റെ അത്രയും നോക്കുന്ന വീട്ടുകാർക്കും ഒരു വീക്കിലി അവരുടെ പ്രഷർ. അപ്പം ആർക്കും അതുപോലെയല്ല. ഇപ്പൊ തന്നെ ഒരുപാട് SSLC പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പറഞ്ഞ് 2-3 പേര് ആത്മഹത്യ. ഞാൻ ഒരു 2016-17 കേട്ട ന്യൂസാണ്. 20 ലോക്ക്ഡൌണിന് ശേഷം 2023 എക്സാം നടന്നത്. എല്ലാം വിളിച്ചെടുത്തി സാധാരണ ഗവൺമെന്റ് എക്സാം 23 23 ഒരു പെൺകുട്ടി ആത്മഹത്യ. 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി. എന്തിനാന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ മാർക്ക് കിട്ടുന്നതായിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഉറപ്പിൽ തന്നെ കണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ മാത്രം പ്രഷർ അവിടെ ഉണ്ടാകും ചുറ്റുപാടുകൾ. അങ്ങനെയുണ്ട് ന്യൂസ് ഞങ്ങൾ ന്യൂസ് ഉണ്ടായിരുന്നു 2023 തോന്നുന്നു. ഇയർ എടുത്തിട്ട് ഓർമ്മ 9ാം ക്ലാസ്സിൽ പറയുന്ന കുട്ടി ഇനി വേറെ കാണുമെന്ന് അറിയില്ല. കാരണം ന്യൂസിൽ വന്ന സാധനങ്ങൾ ഞാൻ അപ്പൊ ആലോചിച്ചു എക്സാം കഴിഞ്ഞിട്ട് ഓക്കെ അതല്ല എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഞാൻ തോന്നുന്നു. പക്ഷെ നമ്മുടെ സർക്കാരാണ് ജയിക്കുന്ന ആൾക്കാരെ കൂടുതലാണ്. ഈ യുഎസിനകത്ത് അങ്ങനെ എല്ലാം പറയുന്നത് ബേസിക്കലി. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ നമുക്ക് മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ നമുക്ക് ബാക്ക് ടു വരാം. ഇപ്പൊ നീറ്റിൽ എക്സാം അതൊന്നും അതിന് കുറെ പ്രഷർ മരിച്ചവർക്ക് പാരൻസിന് നഷ്ടമാണ് മരിച്ചതെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുടെ പ്രഷർ പാരൻസിന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അവർ എത്ര ചോദ്യം ചെയ്തിട്ട് അവർക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്ന എന്റെ മകൻ മരിച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് ഞാൻ കയറി ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് ഒരു ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരുടെ പ്രൊട്ടക്ഷൻ ഞാൻ ചേർന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നോക്കാത്തിന് ഏകദേശം ജൂൺ 6-ാം തീയതിയാണ് ഇത് CJP കാരണം അവർക്ക് വേറെ ഇവിടുത്തെ ഫീലില്ല. കാരണം സർക്കാർ അങ്ങനെ ചെയ്യുന്ന ഓപ്പോസിറ്റാണ് ശരി. തിരിച്ചൊന്നും പറയാനില്ല. അപ്പം എന്തായിരിക്കാ ചെയ്യുന്നത് ശരിക്കും റെസ്പോൺസ് കിട്ടാത്തത് ശരിക്കും ജനങ്ങൾക്ക് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. കാരണം ചോദ്യം ചെയ്യുന്ന അവകാശം നമുക്കുണ്ട്. ഇവർക്ക് ഒരു അവകാശം അല്ലെങ്കിൽ ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കാൻ. കാരണം നിങ്ങൾ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾ തെറ്റ് ഇതിനെ സമ്മതിക്കാം. ഇന്നത് പിഴവ് പറ്റി ഈ സത്യം പറയുന്നത് അതും പറഞ്ഞില്ല. പിന്നെ വളരെ റീനീറ്റ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? അപ്പോഴും വന്നു റീനീറ്റ് വന്നു പരീക്ഷ എഴുതി അതിലും കുറെ എക്സാം റാങ്കിങ്ങിൽ ഒരുപാട് ഇഷ്യൂസ് വന്നു. ഇപ്പൊ തന്നെ കുറെ പേർക്ക് അത്ര ഒരു മാർക്ക് കുട്ടികൾക്ക് 680 മാർക്സ് നമുക്ക് കിട്ടുമായിരുന്നു. മാർക്ക് നമുക്ക് 110 മാർക്ക് കിട്ടും. അവർ ഏകദേശം മാർക്ക് സ്കോർ ഷീറ്റ് വെച്ചപ്പോൾ കുറെ പേർക്ക് അവർക്ക് സ്വന്തം സ്കോർ ഷീറ്റ് കിട്ടിയവർക്ക് കുറെ ആൻസേഴ്സ് കാണാനില്ല. കുറെ ക്വസ്റ്റ്യൻസ് കാണില്ല. 68 കഴിഞ്ഞാൽ 69 കുറെ മിസ്സിംഗ് ഉണ്ട്. അപ്പൊ അവിടെയും കുറെ പ്രശ്നം വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ CBSEക്ക് കുറെ ടെസ്റ്റ് ഇനിയും കിട്ടിയിട്ടില്ല 10ാം ക്ലാസ്സിന്റെ.
എന്നും കുറെ കേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരുന്നു നമ്മുടെ നമ്മുടെ മന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടായിരുന്നു. തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ CJP എല്ലാവരും കൂടി ഒത്തുചേർന്നു ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി അവരെല്ലാം റെഡിയായി ഇവിടെ എത്തി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരാരും അതിൽ പറ്റി മൈൻഡ് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ മീഡിയ പറയല്ലോ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. മോദി ഒരു റോളിംഗ് പാർട്ടിക്ക് വേണ്ടി മാത്രം അവർ നല്ലത്. ഇപ്പൊ സോനം വാങ്ങിച്ചു അവരും ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ മോദി മീഡിയ എന്നാണ് അവർ കളിയിൽ പോയിരുന്നത്. കാരണം മോദിയെ പറ്റി ഒന്നും പറയില്ല, മോദി സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ ഇതുള്ളതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് വേറെ ചെയ്തിരുന്നു. അങ്ങനെയാണ് സോനം വാങ്ങിച്ചത് 28-ാം തീയതിയാണെന്ന് തോന്നുന്നു ഇവിടെ അൺലോസ്റ്റ് ആയി തുടങ്ങി. അപ്പോഴത്തേക്കും കുറച്ചൊരു മീഡിയ അറ്റൻഷൻ കിട്ടി തുടങ്ങി. കാരണം സോനം വാങ്ങിച്ചതിനെ പോലത്തെ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരാൾ സ്ട്രൈക്ക് തുടങ്ങിയ ടൈമിൽ ഹങ്കർ സ്ട്രൈക്കിന് മുമ്പൊക്കെ ഇതിനെ പറ്റി ഓപ്പോസിറ്റ് ന്യൂസ് ആണ് വരുന്നത്. മോദി അല്ലെങ്കിൽ BJP ഇവര് ആന്റി നാഷണൽ ആണെന്ന് ന്യൂസ് വരുന്നത് കുറവാണ്. വരുന്നെങ്കിൽ ഇതിനൊക്കെ അൺസക്സസ്ഫുൾ കാരണം ബാക്കിയുള്ളവരും ഈ ബാനറും കെട്ടി ജയിച്ച് യുവരാജ് ആ സ്ഥാനത്തിലായിരുന്നു. പക്ഷെ ഇത് വെറൈറ്റി വന്നു. കാരണം ആരും വിളിച്ചില്ല വാ നമുക്ക് ചെയ്യാനുള്ളത്. മറ്റേ നമ്മുടെ അഭിജിത്ത് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വരുന്നവർക്ക് വരാം. അത്രയും വരെ ഒരാളെ വന്നു. പിന്നെ അതിന് ശേഷമാണ് സോനം വാങ്ങിച്ച് വന്നതിന് ശേഷം മീഡിയ അറ്റൻഷൻ കിട്ടുന്നതാണ്. എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ ഇതിനെ വലിയ ഫസ്റ്റ് ന്യൂസ് BBC-യോ അവരാണ് ആദ്യം പുറത്തോട്ട്. ഇന്ത്യൻ മീഡിയ ഇന്റർനാഷണൽ മീഡിയകൾ ആദ്യം കവർ ചെയ്തു. ഇന്ത്യൻ മീഡിയ കവർ. അതിനുശേഷം ഇന്ത്യൻ മീഡിയ ഇവർക്കെതിരെ കവർ ചെയ്യാൻ തുടങ്ങി. അത് ന്യൂസ് എല്ലാ മീഡിയ തെലുങ്കുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വയസ്സായ ആൾക്കാർ ഇവര് കുറ്റം പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ന്യൂസ് കാണാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രൈക്കിന് ഇറങ്ങുന്നത്. ന്യൂസിൽ എന്താ പറയുന്നത്? ആന്റി നാഷണൽ ആണ് പറയുന്നത്, മോദിയെ പറ്റി ഇല്ലാത്തതാണ് പറയുന്നത്, ആന്റി ഹിന്ദുയിസം വരെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് മീഡിയക്കാർ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അസസ്സുള്ള സാധനം മീഡിയ. ലൂസിഫറുള്ള സിനിമയിൽ മോഹൻലാൽ പറയുന്നത് സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. വാട്ട് ദ ഹെൽ. അതുപോലെ മീഡിയ ഇപ്പൊ ശരിക്കും ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. പല ന്യൂസും കാണിക്കേണ്ടത് കാണിക്കുന്നില്ല. അതുപോലെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ആൾക്കാരിലോട്ട് സോഷ്യൽ മീഡിയ എത്തുമ്പോൾ ആന്റി നാഷണൽ ആയിക്കോളും. മാറിക്കോളും. അങ്ങനെ കുറച്ച് പേര് പിന്നെ പ്രൊട്ടസ്റ്റിന് വന്നു. സോനം മാറ്റം കൊണ്ടൊന്നും പിന്നെ കൂടുതൽ പേര് വീണ്ടും ശക്തി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 22 ദിവസമായിട്ട് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ആവശ്യം എന്ന് തുടങ്ങി. 26-ാം ദിവസമൊക്കെ പുള്ളിക്കാരനെ പോലീസുകാർ ദിവസമൊക്കെ അത് കോർട്ട് ഓർഡർ ഉണ്ട്. കാരണം കോർട്ട് ഓർഡർ കൊടുത്ത് ഭാര്യ എന്നാണ് പറഞ്ഞത്. ഭാര്യ കോർട്ട് ഓർഡർ കൊടുത്ത് അങ്ങനെ പറഞ്ഞു. അത്ര പോരാ എന്നാലും കോർട്ട് ഓർഡർ ഉണ്ട്. പക്ഷെ നല്ല കാര്യം ചെയ്തത്. കാരണം ഇത് എടുത്തോണ്ട് പോയെന്നുള്ളതല്ല. കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് പേഴ്സണാണ് സോനം വാങ്ങിച്ചിട്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആള് ജീവന വേണ്ട എന്നുള്ളത് എല്ലാവരുടെയും. അപ്പം അതൊക്കെ അങ്ങനെ മാറ്റി. അതിനുശേഷമാണ് നമ്മുടെ അഭിജിത്ത് ഓക്കെ പുള്ളിക്കാരൻ ബാധ്യസ്ഥമായിട്ട് ഞാൻ ഹങ്കർ സ്ട്രൈക്ക് ഞാൻ തുടങ്ങുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ തനിയും കൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പുള്ളിക്കാരൻ ടൈഫോയിഡൊക്കെ വന്നിട്ട് 2 ദിവസം പുള്ളിക്കാരൻ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പ്രശ്നം വന്നു. അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭയങ്കരമായിട്ട് സംഭവം നടന്നത്. പോലീസ് പിള്ളേരെ ഓടിച്ചെടുക്കുകയാണ്. ഞാൻ അത് എവിടെ തന്നെ കണ്ടെനിക്കോ യൂട്യൂബിലോ എന്തോ ഷോർട്സിലും തോന്നുന്ന ആദ്യമുണ്ട്. ഞാൻ നോക്കുമ്പോൾ പിള്ളേരെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ചേരം മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ മെസ്സേജ് ഇട്ടാൽ നമുക്ക് വീഡിയോ എടുക്കണോ പറഞ്ഞു. എനിക്ക് ഇവര് സ്റ്റുഡൻസ് പോലെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ അപ്പം എനിക്ക് തോന്നി ആ സമയത്ത് വീഡിയോ എടുത്ത് ശരിയാവില്ല. അപ്പൊ കുറച്ചുകൂടി പഠിക്കാൻ പറഞ്ഞു. പഠിത്തോട് ചെന്നപ്പോഴത്തേക്ക് സംഭവങ്ങൾ തീർന്നുപോയി. എന്ത് ചെയ്യാൻ ഇത്ര പെട്ടെന്ന് എസ്കലേറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അത് അപ്പൊ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് മീഡിയാസ് പോലീസിനോട് ചേർന്നിട്ട് വന്ന പിള്ളേരാണ് ബോംബ് പറഞ്ഞ് കണ്ടെറിഞ്ഞ് കുറെ സാധനം വന്നു. പക്ഷെ അതിനുശേഷം വണ്ടി അടിച്ചു പൊട്ടിച്ചു, പോലീസുകാരെ മർദ്ദിച്ചു, ഒരുപാട് സാധനങ്ങൾ അവരാണ് സ്റ്റാർട്ട് ചെയ്തെന്ന രീതിക്ക് വരുന്നത്. പക്ഷെ അതിനുശേഷം കുറച്ചേരം കുറെ ആൾക്കാർ തലേന്ന് ഒരു വീഡിയോ ആണ്
വണ്ടി റോഡ് സൈഡിലൊക്കെ വലിയൊരു കല്ല് വിളിച്ചു വെച്ച് പാർട്ടി വെച്ച് ഈ കല്ല് എന്തിനെ വിളിച്ചു ആര് വെച്ചെന്നോ എന്തിനെ കുറെ പൊട്ടിയ വണ്ടികൾ വിറ്റിച്ചില്ല അവിടെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി ഫുൾ സ്ക്രാച്ച് ആയിരുന്നു. ഈ കോറണ്ട വരുന്നത് അവിടെ വരുന്നു വണ്ടി ഫുൾ സ്ക്രാച്ച് എന്നിട്ട് പറഞ്ഞിട്ട് അടിച്ചു പൊട്ടിച്ചതാണ്. ഈ മോൾ ഭാഗം ഫുൾ സ്ക്രാച്ച് ആയ വണ്ടി എങ്ങനെയാണ് അടിച്ചു പൊട്ടിച്ച് സ്ക്രാച്ച് വീഴുന്നത്? ഇവിടെ മറന്നു വീണ വണ്ടി എന്ന് തോന്നുന്നു, അതിനെ അടിച്ചു പൊട്ടിച്ചൊക്കെ. അതുപോലെ തന്നെ പോലീസ് ഓട്ടി ഇതുപോലെ അടിച്ചു പൊട്ടിച്ചതിന് ഡമ്മി ശതങ്ങൾ വെച്ചു. അത് ഒന്നില്ലെങ്കിൽ മേ ബി ഇവര് കത്തിച്ചിട്ട് ഇവര് പൊട്ടിച്ചു ആൾക്കാർ ഇത്ര മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സമയം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സയന്റിസ്റ്റ് ഏറ്റവും കൂടുതൽ ഇപ്പം മീഡിയ തരുന്ന കുറെ കാര്യങ്ങൾ വെച്ചാണ് മീഡിയ സോഷ്യൽ മീഡിയ വീഡിയോസ് ആയിരിക്കും വിളിക്കുന്നത്. അല്ലാതെ വീഡിയോ രണ്ടുപേരുടെ അത് കാണിക്കണമല്ലോ, ആ ഒരു ഡിഫറൻസ് കാണിക്കാം. അത് മീഡിയ എന്താ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു മീഡിയയില്. ഇപ്പൊ CJP സപ്പോർട്ടുണ്ട്. പുള്ളിക്കാർക്ക് എന്തുകൊണ്ട് ഇയാളെ എന്തുകൊണ്ട് ധർമ്മത്തെ മാത്രം കാര്യം ബാക്കി ഇന്നെ ഞങ്ങളോട് രാജിവെക്കാനുണ്ടാകുന്നത്. അപ്പൊ CJP നമ്മളെ വന്നത് ഇന്ന സമയത്താണ് വന്നത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് നമുക്ക് വന്നത് ഈ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അല്ല, നിങ്ങൾ അതുകൊണ്ടൊന്നല്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഒരു ന്യൂസിൽ ഇത്ര കിടക്കാണ്. ഒരു ന്യൂസിൽ ഇപ്പോൾ പോസിറ്റീവ് പറയുന്ന കാര്യമാണ്. നിങ്ങൾ അതൊന്നുമില്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, സെലക്റ്റീവാണ്. നിങ്ങൾക്ക് ആൾക്കാരെ രക്ഷിക്കുകയല്ല വേണ്ടത്. ഒരു പച്ചയായിട്ട് പറയണം, കൈ തിരി കസ്റ്റഡി. അതാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ സയന്റിസ്റ്റുകൾ ഗ്ലോബൽ വാർമിംഗ് ആണ് എല്ലാവരും നെട്ടോട്ട്. കാരണം ഈ ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം. അപ്പോഴാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹയർ ഒഫീഷ്യലാണ് പോലീസിൽ. അപ്പൊ അവര് പറഞ്ഞു കാരണം ഡൽഹി പ്രൊട്ടസ്റ്റ് നോക്കിയപ്പോൾ കുറെ ഉള്ളവർക്ക് നെയിം ബാഡ്ജില്ല. നെയിം ബാഡ്ജ് നിർബന്ധമാണ്. ഇപ്പൊ ഓഫീസിലാണെങ്കിൽ പോലും യൂണിഫോം ഇടാതെ നെയിം ബാഡ്ജ് നിർബന്ധമാണ്. കോഡ് ഓഫ് കണ്ടക്റ്റിലുള്ള സമയമാണ്. അതില്ലാത്ത കൊണ്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ശാസ്ത്രം വരെ ഞെട്ടി തകർന്നൊരു കണ്ടുപിടുത്തമായിരുന്നു അവിടെ മേധാവി പറഞ്ഞത്. പേര് എനിക്ക് ഓർമ്മയില്ല. ആ നെയിം ബാഡ്ജ് മാറ്റിയത് ചൂട് കാരണം. सारे लोगों ने अपने नेम टैग्स क्यों हटाए? पहने हुए थे, उसके बाद में उतारा, गर्मी की वजह से उतारा है, गर्मी की वजह से उतारा है. सही रीजन. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് നെയിം ബാഡ്ജ് മാറ്റിയത്. എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ സോമൻ മാമിച്ചൊക്കെ ചെയ്തെടുത്ത് കഷ്ടമണ്ടത്തിൽ സോമൻ മാമിച്ചൊക്കെ ചെയ്തതാണ്. പട്ടാളക്കാർക്ക് എന്തിനാ കിട്ടിയോ? 2 വായിച്ചു വെച്ചെടുത്താൽ പോലെ എന്തിനാ കിട്ടി? 2 വായിച്ച് മേടിച്ചു കൊടുത്താൽ പോലെ പൈസ ചെലവ് പോലും എടുത്തില്ല. വായിച്ച് ഒരു കട്ടില് വായി കൊടുത്താൽ മതി, ചൂടടിച്ചു പോകും. നമ്മള് ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ അതുപോലെ അവരുടെ ഈ പാർട്ടി റിലേറ്റഡ് ആയ കുറെ പാർട്ടി എനിക്ക് പറയാനുള്ളത് അത് ചെയ്യുമ്പോൾ അടിയിൽ നേരത്തെ വളരെ കുറച്ച് ഇതേയുള്ളൂ. പിന്നെ വന്നതിലാണ് അതായത് രണ്ടുപേരും കുറെ പോലീസ് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, കുറച്ച് പോലീസ് ഭയങ്കര വോട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് CJPയിലെ സ്റ്റുഡൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസ് ആയിരിക്കുന്നുള്ളത്. പോലീസിനെ ആക്രമിച്ച ഒരു മാസ്ക് മുഖം എത്ര ഭാഗം മറിച്ചിട്ട് പോലീസുകാർ ഓടിച്ചടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് കുറെ പരിക്ക് പറ്റി അവരെ ശുശ്രൂഷിക്കാൻ CJPയിലെ കുട്ടികളുണ്ടായിരുന്നു. കുറെ ഒരു വെള്ളം കൊടുത്ത് ഇതൊക്കെ തുടച്ചു അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ കേരളത്തിൽ ഒരാൾ വന്നിട്ട് ഇസ്ലാമില് മുമ്പേ പറഞ്ഞിട്ട് 7ാം തടയണം അങ്ങനത്തെ കുറെ സംഭവം. ആൾക്കാര് ഒരു നല്ല കാര്യം വരുമ്പോൾ സ്വാഭാവിക പാഷാണത്തിൽ ക്രിമിനൽ കുറെ സാധനം. പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് ശരിക്കും അത്ര എഫക്റ്റീവ് ആയില്ല എന്നുള്ളതാണ്. കാരണം CJP എന്താണോ അത് ഉദ്ദേശിച്ചു അത് കറക്റ്റ് നമ്മൾ ടെസ്റ്റ് കിട്ടാൻ. അതെനിക്ക് CJPയിലെ ഉണ്ടായിരുന്ന എല്ലാവരും പങ്കെടുത്ത എല്ലാവരും അല്ല ഇതിനു വേണ്ടി നീറ്റ് എക്സാം ഉണ്ടെന്ന് എല്ലാവർക്കും. കാരണം പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ ഇത്രയും എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ എനിക്കാണെങ്കിൽ പറയാം. നമ്മുടെ മറ്റേ ഈ അടി ഉണ്ടാക്കിയതാണെങ്കിൽ വേറെ ഒരാൾക്ക് ഒരു തൽപ്പര കക്ഷിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാം. പക്ഷെ തൊഴിലില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാം. ഓപ്പോസിഷനാണ് ചെയ്തെങ്കിൽ അങ്ങനെ പറയാം. അവരെയും സപ്പോർട്ടില്ല, ഇവർ ഒറ്റയ്ക്ക് വന്നു അങ്ങനത്തെ ഒരു കാരണം ഇത്രയും വലിയ മോശമാക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ചു. അതുപോലെ തന്നെ അടികളിലാത്തി ആണി അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ആണി അടിച്ച് ലാത്തിയിലായിരുന്നു ഒരു കുട്ടികളെ അവൾ തോട്ടിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ വളരെ മോശമായ വഴിയെ കൊണ്ടാളെ കുറിച്ച് അടിക്കാൻ തള്ളുക. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി, അതായത് ഒരു സ്റ്റുഡന്റിന് വേണ്ടി
സ്റ്റുഡൻസ് എന്താ ചെയ്തത് പൊളിറ്റിക്കലായിട്ട് മാറിയ വന്ന പ്രശ്നങ്ങളാണ് ആ ഒരു വലിയ ഐഡിയായിട്ട് മാറിയത്. ഇവർക്ക് ഇനിഷ്യലി ആകെപ്പാട് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കും, എന്നിട്ട് എല്ലാവർക്കും നഷ്ടപരിഹാരം അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡിമാൻഡ് കൂടി. അവസാനം നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി തന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച ഞാൻ മീറ്റിംഗ് തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾ പാർലമെന്റിലോട്ട് പോവാ, നമ്മൾ സംസാരിക്കും, പാർലമെന്റിലോട്ട് ഓഫീസിലോട്ട് സംസാരിക്കുന്നത്. ഇയാളൊന്നും പറ്റൂല, ഇത്രയും കാലം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നു ഇവിടെ വന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സമ്മതിക്കുന്നത് സമ്മതിച്ചു. അങ്ങനെ 2-3 പേര് പറഞ്ഞു, ഓക്കെ ഡിസ്കസ് ചെയ്തു, ഓക്കെ പോയി. ഇവർ പോയപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി രൂക്ഷമായി, കാരണം ഇന്റർനെറ്റ് കത്ത് വരുന്നു. അതിനുശേഷം തന്നെ ഇടയ്ക്ക് നമ്മുടെ ടൊവിനോ തോമസ് ഒക്കെ ഇതിന് വേണ്ടി കുറെ പറഞ്ഞിരുന്നു. ഇതിനെതിരെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, മാണിയൊക്കെ. അത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് നോവൽ ഇവിടെ നിന്ന് വന്നാണ് ആ സാധനങ്ങളൊക്കെ. ഔട്ട് ഓഫ് നോവൽ എവിടെ ഒന്നും എനിക്ക് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല. ഇടയ്ക്ക് ഇന്നലെയാണ് നടന്നത് ക്ലിയറിലാണെന്നുള്ളത്. അത് കൂടുതൽ മറ്റേ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി വന്നുണ്ട്. പൊളിറ്റിക്കലി മെയിൻ ഇഷ്യൂ മറ്റേ ഡയറക്ടറിന്റെ ഇഷ്യൂ രാഷ്ട്രീയങ്ങൾ നോക്കുന്നത് ഇഷ്ടമാണ്. ഒരു സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസ് വലിയൊരു പ്രശ്നമായി. ജീവിതം മാറ്റം എന്തോ സാധിക്കുക ഒത്തിരി കിട്ടുന്ന പറഞ്ഞില്ല സാധനം ഒഫീഷ്യലി ഭയങ്കരമായിട്ട് പ്രശ്നമായ സാധനം. അപ്പൊ അതിനുശേഷം വന്ന് ടൊവിനോ തോമസിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഉടനെ കേരളത്തിലുള്ള എന്തുകൊണ്ട് PSC പറയുന്നില്ല? കാരണം PSC ഇടയ്ക്ക് എക്സാം കഴിഞ്ഞ എക്സാം പേപ്പർ മാറി അങ്ങനത്തെ. അപ്പോൾ നമ്മളൊരു പുതിയ പാർട്ടി ഭരിക്കുകയാണ്, 2 മാസമായിട്ടുള്ള. കാരണം നമ്മളൊരു വീട് മാറുമ്പോൾ തന്നെ ഏകദേശം ഒരു ആഴ്ചയോളം സമയം എടുക്കും. വീട് മാത്രം തന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടി കൃത്യമായി എല്ലാ സ്ഥലത്തും എടുത്തിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളം പോലത്തെ ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് സ്വാഭാവിക സമയം എടുക്കും. അപ്പൊ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. കാരണം പതുക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്, നടപ്പാക്കാൻ പറ്റത്തില്ല പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം, സമയം കൊടുക്കാം. ഇനി ഇതേപോലെ അപ്പൊ ധർമ്മേന്ദ്ര രാജിവെക്കാൻ കാരണം അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അതുപോലെ ഇതിനിടയ്ക്ക് തന്നെ കുറെ ഇന്ത്യയിൽ കുറെ പ്രശ്നമുണ്ടായിരുന്നു. ഈ കുറെ ചെറിയ പാർട്ടികളുണ്ട്, BJP സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പാർട്ടികൾ. ഇവര് വെപ്പൺസ് പോയിട്ട് പോകാൻ വേണ്ടിയിരുന്ന സമയത്ത് അനുഭവമുണ്ടായിരുന്നു. കമ്പും ഇതൊക്കെ പോയിട്ട് ഡൽഹിയിലോട്ട്. പക്ഷെ അപ്പോഴത്തേക്കും കാരണം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര രീതിയിലോട്ട്. കാരണം നിങ്ങൾ ആലോചിച്ചു, കുറെ ആൾക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നു. നോർത്ത് ഇന്ത്യ ഇവിടെ ഉണ്ട്, നോർത്ത് ഇന്ത്യ മാത്രമല്ല ഇവിടെ നടക്കാറുണ്ട് സാധനം. കാരണം പവൻ തോമസ് എന്തോ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അന്ന് മറ്റേ ഇതിന് ഈ 2018 വെള്ളപ്പൊക്കം വന്നു, പുള്ളിക്കാരൻ ഒന്നും നോക്കാതെ പോയി. അതിനൊരു കുറ്റം നമ്മൾ ചെയ്തു, ഇല്ല മറ്റുള്ള ചെയ്യുന്നതിനെ കുറ്റം. ഇങ്ങനെ മറ്റേ ഗ്യാസ് ചുമന്നുകൊണ്ട് പോകുന്നതിന് കളിയാക്കുന്നു, ഇതൊക്കെ മറ്റേ കാണിക്കാൻ വേണ്ടി സിനിമ ഭയങ്കര രൂക്ഷമായിട്ടാണ് സിനിമ കാണണ്ട. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞതാണ് സിനിമ കാണണ്ട. കാരണം ഒരാൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്കറിയാൻ പോകരുത്, പക്ഷെ ഞാൻ പോയില്ല. അത് എന്റെ ഇഷ്ടം. എന്താണെന്ന് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുള്ളതല്ല, എന്റെ കൺസേൺ തന്നെയാണ്. അപ്പൊ അത് എന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തർ പോകാത്തത്. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്, അതിനുവേണ്ടി മേക്കപ്പ് ഡ്രസ്സൊക്കെ കിട്ടുന്ന വീഡിയോ. അവർക്ക് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഒരു എന്താണ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. കാരണം അവർക്ക് സീരിയസ്, അവർക്ക് ഫേമസ് ആവാൻ പറ്റിയ സംഭവങ്ങൾ അതായിരിക്കും എല്ലാം എന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടാ. എനിക്കറിയാം. നമ്മള് ചെറിയ നമ്മൾ പഠിച്ച ടൈമിൽ തന്നെ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അടിയുണ്ടായി. ഞാൻ ഇവിടെ വിളവാരം പോയി. അത് ഈ സംഭവമല്ല, അടിയുണ്ടായി പറഞ്ഞില്ല. ഞാൻ ആദ്യമേ ഇറങ്ങിപ്പോയി, കാരണം ഞാൻ മുൻകൂട്ടി അറിഞ്ഞില്ല. ഞാൻ അടി കണ്ട് അടി കഴിയുന്ന പോയപ്പോ ഞാൻ ഇറങ്ങിയോടി. അപ്പൊ അറിയാം ഒരു അടി ഉണ്ടായ മറ്റേ എന്നാലും കോട്ട് പ്രശസ്തിക്ക് കാരണം അവരെന്തോ ചെയ്യട്ടെ. കാരണം നമുക്ക് വേണ്ട മെയിൻ നമുക്ക് അതാണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി CJP അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുമോ? ഇത്ര യുവജനങ്ങളെ എനിക്ക് പറ്റില്ല. യൂത്തിനെ അവർ കൊണ്ടുവന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്ന അവരുടെ കഴിവൊന്നും വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ എനിക്കാണെങ്കിലും
ഓക്കെ. നമ്മൾ അതിൻ്റെ കൂടെ ചേർന്ന് ബാക്കി കുറെ പാർട്ടി പൊളിറ്റിക്കൽ റിലേറ്റഡ് പാർട്ടി പിന്നെ വന്ന് ചേർന്നു. പക്ഷെ നമ്മള് മെയിൻ പോരാട്ടം CJP ആണ് പറയുന്നത്. എത്ര പാർട്ടി എന്ന് വന്നാലും എത്ര ശക്തി വന്നാലും CJP വേറെ ഇപ്പൊ കാരണം അവര് വന്നത് 2 ആഴ്ച മുമ്പ് 1 ആഴ്ച മുമ്പ് നടത്തി എന്ന് പറയുന്നവരുണ്ട്. ചിലര് പറഞ്ഞില്ല രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നവരുണ്ട്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം അത് പൊളിറ്റിക്കൽ കുറ്റാളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കൂടി വന്നതിലൂടെ ചേർന്നു. അങ്ങനെ പറയേണ്ടത് അല്ല ഞങ്ങൾ വന്ന് ജയിച്ചു അങ്ങനെ പറയുന്നത്. അതുണ്ട്. ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നേരത്തെ പറയുന്നത് കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഇത്രയും വർഷമായിട്ട് ധർമ്മേന്ദ്ര പ്രധാനമന്ത്രി വഴിയില്ല. ഇത് മോദി ലാസ്റ്റ് എത്രയോ വർഷത്തിന് ശേഷമാണ് മോദി വീഡിയോ ഇറക്കുന്നത്. മോദിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറക്കുക എന്ന് പറയുന്നത്. ഒരു നമ്മള് ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ആ സാധനം വന്നത്. കാരണം ഇത്രയും വലിയ പ്രശ്നം നമ്മള് CJP ചോദ്യം ചോദിച്ചാൽ ഉത്തരവാണ് പറഞ്ഞത്. എത്ര ഇതായി മോദി നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട്. ന്യൂസിലൊക്കെ ഇതിൽ ലൈനിലും വീട്ടിൽ വരാനുള്ള സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഇന്ന ചോദ്യത്തിൽ എങ്ങനെയെന്ന് പറയും, അല്ലെങ്കിൽ മൻ കി ബാത്ത് റേഡിയോയിൽ പറയും. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഒരിക്കലും മോദിനെ കുറ്റം പറയുന്നതല്ല. നമ്മളെപ്പോലെ നോർമൽ പേഴ്സൺ അല്ല. ഇന്ത്യയുടെ എന്തൊരു കാര്യം നോക്കാൻ പറയുന്നത് ഭയങ്കര പാടുള്ള പണി തന്നെയാണ്. ഇത്രയും കാര്യം നോക്കണം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് യുദ്ധവും നടക്കുന്നുണ്ട്. അതൊക്കെ മാനേജ് ചെയ്യണം. പക്ഷെ ഈ ഒരു കാരണം കുറച്ച് നേരത്തെ ആവാൻ വരുന്നു. കാരണം ഓക്കെ ഈ രാജി വെച്ചു ഓക്കെ അത് പറഞ്ഞിട്ട് ഓക്കെ അതിന്റെ ഇത് നടന്ന ടൈമില് ആ ഒരു മന്ദിനകത്ത് തന്നെ ഇവർക്ക് ജസ്റ്റിസ് എന്തെങ്കിലും ചെയ്തിരുന്നു കുഴപ്പമില്ല. ഇപ്പൊ രണ്ടാം തലമുറ ചെറുപ്പം പറഞ്ഞിട്ട് നിങ്ങൾ ഈ സമരം ചെയ്യുന്ന കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ആൾക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരന് ധർമ്മത്തെ പറയുന്നത് നേരിട്ട് വിട്ട് അഭിനന്ദിച്ച ചെറുപ്പനൊക്കെ ഇവിടെ നേരിട്ട് അഭിനന്ദിച്ചു. സെക്കൻഡ് റാങ്ക് കിട്ടിയെന്നൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നത് വന്നായിരുന്നു. അതായത് ഇങ്ങനെ ഇപ്പൊ എക്സാമിൽ ലീക്ക് വരുന്നത് പണ്ടേ തൊട്ടുള്ളതാണ്. പണ്ട് പുള്ളിക്കാരന് ഇതേപോലെ എക്സാമിന്റെ ലീക്കിന് സമരത്തിന് ഡൽഹി പോലീസിന്റെ 1998 എന്തായാലും പുള്ളിക്കാരൻ അറസ്റ്റ് എന്തോ ഇതിനു വേണ്ടി ലീക്കിന് വേണ്ടിയിട്ട് ലീക്കിനെതിരെ അത് പറഞ്ഞിട്ടാണ് ലീക്ക് ഒരു ലീക്ക് എന്നൊരു ഒരു ഇതിന് പേപ്പർ ലീക്ക് പോലെ എല്ലാ പാർട്ടിക്കും ഇപ്പൊ റോളിംഗ് ഓപ്പോസിഷൻ ആണ് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള സാധനം തന്നെയാണ്. കാരണം ഭരിക്കുന്നവരാണ് ഓപ്പോസിഷൻ ആണെങ്കിൽ രണ്ടുപേരും നോക്കേണ്ടവരുടെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ പറയുന്നു പേപ്പർ ലീക്ക് നല്ലതാണ്. And there are young people who are coming out and saying, yes, first it sort of hurt me when the paper leakages happened. But later I took advantage of that and prepared even more and my performance has improved and I've done well. പഠിക്കുന്ന കുറച്ച് നന്നായി കുട്ടികളുണ്ട് അങ്ങനെ പറഞ്ഞു നമ്മുടെ ചെയ്തായിരുന്നു. എനിക്ക് തോന്നി ഈ ക്ലാസ് ടെസ്റ്റ് പോലെ അല്ലല്ലോ ഞാൻ ഇവരെ പറഞ്ഞത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. കാരണം നമ്മൾ പൊട്ടത്തിലേക്ക് നമുക്ക് ഉണ്ടായിരിക്കും. കാരണം എനിക്ക് മണ്ടത്തിനും പറഞ്ഞ കുഴപ്പമില്ല. കാരണം ഞാൻ കാരണം അതുപോലെ ഒരു പവറുള്ള പേഴ്സൺ പറയുന്നത് പവർ മാറ്റേഴ്സ്. കാരണം ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു എന്ത് പറഞ്ഞാലും ആരും തിന്നാകത്തില്ല. ഇവര് ആവശ്യം അപേക്ഷിക്കുന്ന വളരെ തിന്നാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ വലിയൊരു നല്ല രീതിയല്ല. അതിനെപ്പറ്റി ഇപ്പൊ ഇന്നലെ എന്തോടാണ് വീഡിയോ വന്നത് ഇന്ന് രാവിലെ കണ്ടത്. അങ്ങനെ ഈ പ്രശ്നം എന്താണ് ഇതൊരു ചെയിൻ റിയാക്ഷൻ സാധ്യതയുണ്ട്. ഈ അടുത്ത പ്രശ്നം ഇതുപോലെ ഇറങ്ങിയതേപോലെ ഇനി ഇന്ത്യക്ക് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കള്ളന്മാരി ചോട്ടിയിട്ടുണ്ട്. ഇറങ്ങി ഇന്ത്യയിലെ എല്ലാം മാറ്റണം. നമുക്കിപ്പോ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് സാധനങ്ങളുടെ ക്വാളിറ്റി, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നമുക്ക് പറയാനുണ്ട്. കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഫുഡ് ഫാർമോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഏറ്റവും വലിയ യുദ്ധത്തിൽ ക്വാളിറ്റി വേണം. ഐസ്ക്രീം ഇറക്കും ഫ്രോസൺ ഡെസേർട്ട് ഇറക്കൂലെന്നുള്ളത് അത് വിജയം തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ ലേസ് പാം ഓയിലിന്റെ ഇത് അതൊക്കെ നിർത്തി. അപ്പം ചെറിയ നമ്മൾ ഇറങ്ങിയ കാര്യമുള്ളൂ. കാരണം ഫുഡ് സേഫ്റ്റി FSSAI ആണ് ഇതെല്ലാം അവര് ചെയ്യുന്നത്. അവര് ചെയ്യുന്നില്ല. എത്രയോ ബാൻഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇതുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ സ്റ്റിൽ ഉണ്ട്.
നമ്മുടെ FSSAI അതൊക്കെ അത്ര സ്ട്രിക്റ്റ് ആണ്. ഈ ഹോട്ടൽ ഇൻസ്പെക്ഷൻ അത് വേറെ, അതല്ല അത് വരുന്ന അടയ്ക്കുന്നു, അടയ്ക്കുന്നു, അവര് ഫീസ് അടയ്ക്കുന്നു, അടുത്ത ആഴ്ച തുറക്കും. അടുത്ത ആഴ്ച അടുത്ത ദിവസം തുറക്കും. അടുത്ത ദിവസം മറ്റുള്ളവരെ എത്ര നമ്മൾ സ്പെസിഫിക് ആയിട്ട് ട്രിവാൻഡ്രത്തിൽ ലൊക്കേഷൻ പറഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഫോണിൽ ആഴ്ച 2 ദിവസം മെയിൻ്റെനൻസിന് അടച്ചിട്ടുണ്ട്. മെയിൻ്റെനൻസ് അല്ലേ, അത് ശരിക്കും നോട്ടീസ് ഒന്നും അടയ്ക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങിയ കാര്യം നമുക്ക് എന്തിനേത് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി നമ്മളെ രക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ കണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡിന്റെ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത്രയും നല്ലത് വേണം എന്ന രീതിക്ക് നമ്മൾ അങ്ങനെ കാര്യമില്ല. അതിന് തെളിയിച്ച് 2 എക്സാമ്പാണ് നേരത്തെ പറഞ്ഞ ഫുഡിന്റെ ഇത്രയും മാറ്റം വന്നതും ഈ മീറ്റിംഗ് ഗവൺമെന്റിന്റെ പ്രോഗ്രാം രാജിവെച്ചത്. രാജിവെക്കൂലെന്ന് പറഞ്ഞ ആൾ രാജിവെപ്പിക്കണമെങ്കിൽ ആ ഒരു പവർ ചെയ്യുന്ന പവർ ആയിരിക്കില്ല. പിന്നെ അടുത്തതായി എന്ന ചോദ്യത്തിൽ നമുക്ക് പറയാനുള്ള അടുത്ത ചോദ്യം അത് നമ്മുടെ ബെൽറ്റ് വെച്ച് നോക്കുമ്പോൾ ഉടനെ സാധ്യത. പക്ഷെ ഈ പറയുന്നത് എത്തനോടുണ്ട് നിതിൻ ഇതൊക്കെ പുള്ളിക്കാരന്റെ റെസിഗ്നേഷൻ ആണ് അടുത്ത ആവശ്യപ്പെടാൻ പോകുന്നത് വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല എല്ലാവരും രാജിവെച്ച് പോകണം. നമ്മളിപ്പോ റൂളിംഗ് പാർട്ടി ഇപ്പൊ BJP ആണെങ്കിൽ ഒരുപാട് നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന കുറെ നല്ല ആൾക്കാരുണ്ട്. അതിന്റെ മോറ്റം പറയുന്നത് നല്ല ആൾക്കാർ കുറെ പേരുണ്ട്. പക്ഷേ കുറച്ച് ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ പട്ടിയുടെ ആത്മാത്മീയ ഈ പുള്ളി ഈ ആരും അതായത് മൊബൈൽ റീചാർജ് ഈ പുള്ളി ഫോട്ടോ എടുത്തില്ല. ഈ പുള്ളിക്കാരന് ഒരു മീറ്റിംഗ് നടത്തി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഈ മീറ്റിംഗ് കൊണ്ടുള്ള ഭൂരിഭാഗം ഇൻഫ്ലുവൻസേഴ്സ് ഈ CJP പാർട്ടിയെ പറ്റി ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ CJP ഇന്ത്യ പറഞ്ഞ കുറെ വിലയില്ല, കുറച്ച് വരും. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട് CJP പറ്റി ഇന്ത്യ പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ റിലേറ്റീവിട്ട് അങ്ങനെ CJP പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ CJP-നെയും BJP-നെയും ഒരു പാർട്ടിനെയും നമ്മൾ പക്ഷെ അവരുടെ ഐഡിയ അവർ എന്താണ് ആവശ്യം മുന്നോട്ട് വെച്ചാൽ ആ ആവശ്യം നല്ലതാണ്, നമുക്ക് നല്ലതാണെങ്കിൽ ഓക്കെ. പിന്നെ നമ്മുടെ സൊല്യൂഷൻ ഒരു ജസ്റ്റിസ് സൊല്യൂഷൻ മോദി പറഞ്ഞിട്ട് പുതിയൊരു ഐഡിയ എന്തോ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താവുന്നുണ്ട്. ഇനി സമയമുണ്ട്. നേർവഴിക്ക് കൊടുക്കും. കാരണം ഇന്ത്യ പോലെ കുറെ പ്രശ്നങ്ങളുണ്ട് സിസ്റ്റത്തിലും, നമ്മുടെയിലും കുറെ പ്രശ്നമുണ്ട്. നമുക്ക് കുറെയൊക്കെ നമ്മളെ കുറ്റം പറയാൻ പറ്റും. കുറെയല്ല കുറച്ചൊക്കെ നമ്മളെ കുറ്റം പറയാൻ പറ്റും. ഇപ്പൊ ബേസിക് കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറെ ഡെവലപ്മെന്റ് വരും. അതുപോലെ പിന്നെ സർക്കാരും നമ്മളും ചേർന്ന് ചെയ്തതിനെ പറ്റും. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഈ പ്രശ്നങ്ങളിൽ താഴ്ന്നു പോകാതെ വീണ്ടും ഇന്ത്യ ശക്തിയെ തന്നെ ഇനി ആരും ഇതുപോലെ അബദ്ധങ്ങൾ കാണിക്കാതിരിക്കട്ടെ. അബദ്ധത്തിൽ ഞാൻ പറയും അബദ്ധമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് അബദ്ധമാണ് അല്ല ആത്മഹത്യ കാരണം ബാക്കി ഇവര് ലീക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് പൈസ കൊടുത്ത് മേടിച്ചു. ഇവരൊക്കെയാണ് നമ്മൾ അടുത്ത ഡോക്ടറാകാൻ പോകുന്നത്. ആ ഒരു വലിയ ഇഷ്ടമാണ് നമ്മുടെ ഭാവിയുടെ പ്രശ്നം. അതുപോലെ തന്നെ ഇതിപ്പോ അറിഞ്ഞില്ല ഇങ്ങനെ തന്നെ പോയി ഇനി അടുത്ത ഏതൊക്കെ പേപ്പർ മാറും. ഇതേപോലെ ആൾക്കാരേക്ക് ടോപ്പ് പൊസിഷനിൽ വരണം. അവർ ഇതിനേക്കാൾ ഇനി നല്ല ലീക്ക് നടത്തും. ഇപ്പൊ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ രാം മന്ദിറിലാണെങ്കിൽ അവിടെ ഇഷ്യൂ അത് പക്ഷെ അത് ആർക്കും അറിയില്ല. പക്ഷെ ഇഷ്യൂ ഉണ്ട്. പൈസ കുറെ കാണാനില്ല. ആയിരം കൂടി അങ്ങനെ ഒരുപാട് ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇതെല്ലാം മാറി മുന്നോട്ട് പോകട്ടെ. ആൾക്കാര് മതത്തിന്റെ പേര് ചേഞ്ച് ചെയ്യാതെ ഈ പറഞ്ഞ ഈ പ്രക്ഷോഭത്തിൽ അങ്ങനെ കാരണം കേരളത്തിൽ നിന്ന് പോലെ ആൾക്കാർ ഓട്ടോട്ടിൽ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗി വഴിയൊക്കെ ഈ വീഡിയോ ഞാൻ കണ്ടതാണ്. പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ മലയാളം എടുത്തിട്ട് OTP പറഞ്ഞു സ്വിഗ്ഗിയുടെ OTP പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ആൾക്കാർ കൊടുത്തു. കുറെ ആൾക്കാർ കുറെ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ഇതിനൊക്കെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഡൊണേഷൻ എല്ലാം ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ട് മതസൗഹാർദ്ദം തന്നെ ഇത്രയും കാലത്തിന് ശേഷം അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കാണുന്നത്. നന്മയുടെ ജോലി പാട്ടുകൾ അത് കിട്ടിച്ചേരാണ് അതിന് മാത്രം സംഭവങ്ങൾ നടന്നത്. കാരണം ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കാറ് ഈ നന്മയുള്ള ഞാൻ നേരത്തെ ഈ പാട്ടുകൾ ചെയ്യുന്നത് റോഡ് ബസ്സിൽ വണ്ടി ഫ്രണ്ട് നിർത്തിയത്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പാട്ട് പാടി ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത്. കാരണം ആരും ചെയ്യുന്നില്ല. അത് ചെയ്യാൻ കാരണം ഫ്രണ്ട് പോലീസുകാർ വണ്ടി നിർത്തിയോണ്ടാണ് ഈ പറഞ്ഞു തോന്നുന്നു. ഇപ്പഴത്തെ റോങ് സൈഡിലാണ് റോങ് സൈഡ് കയറിയത് ഓപ്പോസിറ്റേ വരുന്നത്. അപ്പം
ഇതിൽ കുറേയൊക്കെ നമ്മളുണ്ടാവും നമ്മളെല്ലാം തികഞ്ഞവരല്ലേ. അപ്പം ആരും തികഞ്ഞവരല്ല. അപ്പം പ്രശ്നങ്ങളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുക, അല്ലാതെ ന്യായീകരിക്കാതെ തെറ്റാണ് തെറ്റൊന്നും സമ്മതിക്കുക. എത്ര കാലം കൊണ്ട് ഭരിക്കാം? ഭരിക്കുന്നവർക്ക് അതേ ഉള്ളൂ. നമ്മൾ തെറ്റ് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ റെക്ടിഫൈ ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ നമ്മളെ വീഡിയോ നേരത്തെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോയില് നമ്മളിപ്പോ ഒരു പാർട്ടിയെ മാത്രം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അതിന്റെ മാത്രമല്ലേ അല്ലേ, ഇന്ത്യയിലല്ലേ നമ്മളിപ്പോ 3 അപ്പോൾ അരമണിക്കൂർ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ വേറെ വയസ്സായി പ്രത്യേകവില്ല ആ പുള്ളിക്കാരൻ നമ്മളെ പറഞ്ഞത് നോക്കിക്കൊണ്ടിരിക്കും. നമ്മളത് ചോദിച്ചിരുന്നു, നിങ്ങൾ റിവേഴ്സ് ചെയ്യാനോ കാര്യമായിട്ട് പറയണം. നമ്മൾ ഇതെല്ലാം പറഞ്ഞ് തീർന്നിട്ട് ക്യാമറ നോക്കിയിട്ട് ക്യാമറ ഓണല്ലേ. പക്ഷെ 3 മിനിറ്റ് എങ്ങാണ്ട് എങ്ങനെ ഓഫായി എനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ വീഡിയോ എടുത്താൽ പറ്റുള്ള വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്ന വീഡിയോ. അപ്പൊ അതുകൊണ്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വോട്ടറായി, കാരണം ഒരു പാർട്ടിക്ക് പെട്ടെന്ന് എന്താണ് ആശയം, ആശയത്തിലായിട്ട് നമ്മൾ പോയത്. ആ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ. പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചു, പുള്ളിക്ക് നമുക്ക് നമ്മുടെ ഒരു വീഡിയോ വരുന്നു. അപ്പം ഇല്ല, പുള്ളിക്കാരൻ രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരൻ എഴുതുന്നത്. കാരണം അങ്ങനെ അതിന് ആൾക്കാർ പോകുന്നു. ആരാണ് വന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്ത് തെറ്റാണ്, ഇതൊക്കെ ചെയ്ത് ശരിയാണ്. നമ്മൾ പറഞ്ഞ 1-2 തെറ്റുണ്ടെന്ന് പുള്ളിക്കാരെ കൃത്യമായിട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂത്താണ് നമ്മൾ, നിങ്ങൾ പ്രതികരിക്കണം. ഇന്ത്യ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഒരു ആരാണ് ഇതുപോലെ എത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ആള് ചോദിക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റോളം ആള് നിന്ന് കേട്ടോ, എന്ത് കേട്ടു, അതൊരു ആരും അങ്ങനെ നിന്ന് കേൾക്കാറുണ്ട്. നിന്ന് കേട്ടല്ലോ. അവരുടെ എതിരെയായിരിക്കും നമ്മൾ പറഞ്ഞു. അതിന് ഒരു ശരി എനിക്കത് ഭയങ്കര റെസ്പെക്ട് പേര് പേരൊക്കെ ചോദിച്ചു മറ്റേ അഡ്രസ് വിട്ടു വരും. അപ്പം പുള്ളിക്കാരൻ അങ്ങനത്തെ ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്കാരൻ രാഷ്ട്രീയ അജണ്ട ഉണ്ട് പുള്ളിക്കാരൻ. അതാണ് പറഞ്ഞത് ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ മനസ്സിലായി പുള്ളിക്കാരൻ രാഷ്ട്രീയം. പക്ഷെ അത് ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്നു. കാരണം പുള്ളിക്ക് ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിച്ചില്ല. നിങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കറക്ഷൻസ് പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ട് കറക്ഷൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഈ വീഡിയോയിലല്ല, അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിനെ മുന്നോട്ട് നയിക്കാം, അങ്ങനത്തെ ഒരു ചെറിയൊരു ഭയങ്കര പക്ഷെ പുള്ളിക്കാരൻ വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പുള്ളിക്കാരൻ കേരളത്തിന് പുറത്ത് ജോലി ചെയ്തു. ബോംബെയിലൊക്കെ മുംബൈയിലൊക്കെ ഇപ്പൊ വന്നിട്ട് നമ്മളിപ്പോ പുള്ളിക്കാരൻ നമ്മളെ പോഡ്കാസ്റ്റ് എടുത്തു. മറ്റേ ഇപ്പോഴത്തെ പോഡ്കാസ്റ്റിന്റെ വീട്ടിൽ തൊട്ട് തറക്കുന്ന പുള്ളിക്കാരൻ നമ്മൾ വീഡിയോ നമ്മൾ വരുമ്പോ എന്നെ പറഞ്ഞിട്ട് പോകുന്നു. പുള്ളിക്കാരൻ 3-4 പ്രാവശ്യം 2-3 ആവശ്യത്തിലുണ്ട് പുള്ളിക്കാരൻ. നമ്മളത് കാരണം പുള്ളിക്കാരൻ അത്ര വ്യവസ്ഥ പറയുമ്പോൾ നമ്മൾ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഡൗട്ട് നിങ്ങൾ ടേക്കെടുക്കുകയാണോ. പക്ഷെ എനിക്ക് ഏറ്റവും റെസ്പെക്ട് തോന്നുന്നത് 10-20 മിനിറ്റ് ആ സാറൊന്നും കേട്ടു. നമ്മൾ എല്ലാം കേട്ടുള്ളത് ഇരിക്കാൻ കുറച്ച് സ്ഥലം കുറവാണ്, കുറച്ചധികം കേട്ടു. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കാറ്റോട്ട് നമ്മൾ കേട്ടാൽ നിർത്തിപ്പോയത് ഇല്ല. പുള്ളിക്കാരൻ ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ സാധ്യതയിൽ പോഡ്കാസ്റ്റ് എടുത്ത് നിന്ന് കേട്ടിട്ട് കുറെ ആൾക്കാർ എനിക്ക് മാറിപ്പോകും. ഇന്ന് ആൾക്കാർ ഈ ജംഗ്ഷനിൽ പോലും ഇറങ്ങി വരാത്ത രീതിയിലേക്ക് മാറിപ്പോകും. അങ്ങനെ ഭയങ്കര സന്തോഷം സാധനം. ഒരാൾ നിന്ന് കേൾക്കുക ഇപ്പൊ നമ്മുടെ വീഡിയോയിലൊക്കെ ചിലപ്പോ ഞാൻ ഇവരൊക്കെ ആ വീഡിയോ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു 20 വീഡിയോക്ക് താഴെ ഉള്ളത് നമ്മുടെ വീഡിയോ കൂടുതൽ കാണാതെ. പക്ഷെ അതിന് കൂടുതലുള്ളത് കാര്യമുണ്ട്, സാഹചര്യമുണ്ട്, ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇന്നൊരാള് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്നത് കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കുന്ന രസം. ഇതിൽ എന്തൊക്കെ മാറ്റം നല്ലത് വരുത്താം. അത് പക്ഷെ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ കണ്ടത് നമ്മളുടെ യുദ്ധ തെറ്റുകൾ, നമ്മൾ തെറ്റുകളൊക്കെ കുറെ കട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ തെറ്റ് എല്ലാം കണ്ടിട്ട് ഒരു പ്രകോപനം ഇല്ല നമ്മൾ പറഞ്ഞതിൽ. എന്നിട്ട് അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാര് ഒരു പാർട്ടിയിലാണ്. അങ്ങനത്തെ പാർട്ടിയിലെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അത്രയും ചിന്തിക്കാൻ കഴിവുണ്ട്, നല്ല ചിന്ത ശേഷിയാണ്. എന്തായാലും
അടുത്തൊരു ഇതുപോലത്തെ ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ശനിയാശ്ശേരി വീഡിയോയില് സീരീസ് രണ്ടാമത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോ ഇതായിരുന്നു ഡ്രഗ് ഫ്രീ സൊസൈറ്റി നമ്മുടെ കേരളത്തിലെ ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ കുട്ടികളുടെ ഇടയിൽ ഗുണ്ടായസം പ്രതീക്ഷിച്ചില്ല സെക്കൻഡ് പാർട്ട് ഇടാൻ പറ്റുന്നുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, പക്ഷെ അന്ന് നടന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് വെച്ചേരി നമ്മൾ അന്ന് പറയുന്നു. പക്ഷെ ഇത്ര ഒരു നാഷണൽ വിഷയം ഇത് പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയി. കാരണം നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ വ്യൂ പോയിന്റ് എല്ലാം പറ്റില്ല. നമുക്ക് അത്രയും കാരണം നമ്മൾ കണ്ടത് കുട്ടികൾ അടിക്കുന്നതിന് ആദ്യം കണ്ടത്. പിന്നെ അപ്പോൾ തന്നെ ഒരു മെസ്സേജ് ഇല്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇടുന്നു. പക്ഷെ അന്ന് ഇവർ ബിസി ആയതോ സംസാരിക്കാൻ പോലും പറ്റിയില്ല. അല്ല നമുക്കിപ്പോ ഇത് രാവിലെ വന്നു. പക്ഷെ ഞാൻ ന്യൂസ് എടുത്ത് കാണുമ്പോൾ എല്ലാം തിരിച്ചാണ്. കാരണം ഇവരടിക്കുന്നത് കാണുന്നുണ്ട്, അപ്പൊ 2 ദിവസം പോലീസുകാർക്ക് മർദ്ദനേക്കുന്നത് കാണുന്നുണ്ട്, അപ്പൊ മിലിറ്ററിൽ നിന്ന് മറ്റേ ആൾക്കാർ വരുന്നു. പിന്നെ നമ്മള് നോക്കുമ്പോഴാണ് ഇവർക്ക് മറ്റേ ബാഡ്ജ് വേറെ കാര്യമുണ്ട്. ഡൗട്ട് വരുന്നു. കുറെ ആൾക്കാര് എനിക്ക് തോന്നില്ല എങ്ങനെ പറഞ്ഞത്, നിങ്ങള് ഇനി വെക്കാണ് നമ്മള് ആർമിക്കാരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പാർട്ടിയിലെ ആൾക്കാരൊന്നുമല്ല, ആൾക്കാരാ പറയുന്നത്. എനിക്ക് തോന്നില്ല എന്തുകൊണ്ട് പറയുന്നത്. പോലീസുകാർക്കും തോക്കണ്ടേ, അവരെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല. ഈ പട്ടാളക്കാരൊന്നും നിൽക്കുള്ളൂ, ഉപയോഗിക്കില്ല. കാരണം അവര് വെടിവെച്ച് ആ ബുള്ളറ്റിന്റെ വിലയെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ലക്ഷങ്ങളും കോടി പോയില്ല, ഒരാളുടെ ജീവനാ പോകുക. ഒരു യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ജീവനാ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് വീട്ടിൽ വന്ന് കത്തുപോയി. അപ്പം അതൊന്നും ഒരിക്കലും നമ്മൾ പറയുന്നത് ഈ അടി പോലും നമ്മൾ ലാത്തി ചാർജ് പോലും ഇപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ശരി, പോലീസുകാരുടെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം രണ്ടുപേർക്ക് അറ്റാക്ക് ചെയ്താലും വീഴുന്നത് ചോര തന്നെയാണ്. അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യക്കാണ് അല്ലെങ്കിൽ സൊസൈറ്റിക്കാണ് നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ഇപ്പോൾ പോലീസിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ട് പോലീസിൽ നിൽക്കുന്നത്, അതിൽ കുട്ടികൾ എന്തോത്തരത്തിൽ രണ്ടുപേർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. പക്ഷെ കുറെ കൈവിട്ട് പോയാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ കാണും. അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒരു എക്സ്ട്രീം ആയില്ല, നിങ്ങൾക്ക് അങ്ങനെ തീർന്നുണ്ട് അങ്ങനെ അവസാനം ടൈഫോയിഡ് ആയിട്ട് പോലും ഇത് പങ്കുവയ്ക്കാൻ വേണ്ടി അഭിഷേകം തിരിച്ചു വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ വന്ദേ മാതരൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അത് പിരിഞ്ഞത്. അപ്പം എന്തായാലും ഇതുപോലെ ഒരുപാട് ദിവസം വരാതിരിക്കുക, ആത്മഹത്യകളൊക്കെ ചെയ്യാതിരിക്കട്ടെ. എന്ത് കാര്യത്തിനാണ് ആത്മഹത്യ ഒരു പരിഹാരമല്ല. ഒരാളെ കളഞ്ഞിട്ട് പോയി കാമൻ പറഞ്ഞ കാമൻ തിരിച്ച് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആണ്, ഞാനൊരു ഹോട്ടലിലേക്ക് എനിക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യന്റെ കാര്യം എനിക്ക് അടുത്ത ഹോട്ടലിൽ പോയി എനിക്ക് കിട്ടും. അതുപോലെ ലൈഫിൽ നമുക്ക് സാധനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മുന്നോട്ട് പോകാം. നമുക്ക് കിട്ടും. നമ്മുടെ മറ്റേ സഖ്യ ഒരു കൊമേഡിയനുണ്ട്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. പുള്ളിക്കാരെ ഒരു കാര്യമില്ല, ഭയങ്കര അടിപൊളിയില്ലല്ലോ. ഇപ്പൊ ഞാൻ ഷർട്ട് നോക്കാണ്, ഈ ഷർട്ട് എനിക്ക് കിട്ടൂല, എത്ര നോക്കിയാലും കിട്ടൂല, അത്യാവശ്യം നോക്കുമ്പോൾ. പക്ഷെ അടുത്ത ദിവസം ആവശ്യം കഴിയുമ്പോൾ ആ ഷർട്ട് എനിക്ക് കിട്ടി. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് ഇതിനേക്കാൾ നല്ല സൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞത് ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിയുന്ന ഫോണ് പോലും നമ്മൾ ഉണ്ടാവില്ല, ക്യാമറ ഒരു കണ്ടു കൊടുത്താൽ നമുക്ക് ഉണ്ടാവില്ല. കാറ് കാരണം വാരൻ ബഫറ്റൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് ഒരുപാട് ഫെയിൽ വന്നിട്ടുണ്ട്. സ്വന്തം കമ്പനി തന്നെ സ്റ്റീവ് ജോബ്സ് പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് കൊടുക്കാൻ ആത്മഹത്യയില്ല, പിക്സർ തുടങ്ങി. ഇത് ആപ്പിളിന്റെ ഒരു പോയിന്റിൽ ഒരു ബാങ്ക്രപ്റ്റ് വരാറായ എപ്പോഴും ഉയർന്നിരുന്നിട്ടേ പോകും. അവരെ ചരിത്രം വെച്ചിട്ടു, അവരുടെ ചരിത്രം ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ഇത്രയുള്ള ഒരു അടുത്ത വീഡിയോ കിട്ടി, വേറെ വീഡിയോ കിട്ടും. നമുക്ക് എനിക്ക് ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ അത്രയില്ല. കാരണം ഇത് ഇത്രയും ഇഷ്യൂ വരാതിരിക്കട്ടെ. മറ്റു വേറെ വീഡിയോ വീണ്ടും കാണാം.